ഇന്ന് നമ്മുടെ 11-ാം ദിവസമാണ്. 10 കോടിയിലേക്കുള്ള സാമ്പത്തിക യാത്രയുടെ 11-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നത് പോലെ നമുക്ക് ആദ്യം ഒരു താരതമ്യ പഠനം നടത്താം. നമ്മുടെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സായ നിഫ്റ്റി 500 മൾട്ടി ക്യാപ് 50-25-25 ഇൻഡെക്സിൻ്റെ ഡെയിലി ചാർട്ടാണിത്. ഈ ചാർട്ടിൽ നോക്കൂ. റെഡ് ക്യാൻഡിൽസ് 18-ാം തീയതി മുതൽ ഉണ്ടെങ്കിലും 19-ാം തീയതി മുതലാണ് നമ്മുടെ ഇൻഡെക്സ് ലോസിൽ ക്ലോസ് ചെയ്തു തുടങ്ങിയത്. അങ്ങനെ പറയാൻ കാരണം ക്യാൻഡിൽ ക്ലോസിംഗ് പ്രൈസ് നമുക്ക് നോക്കാം. 17-ൻ്റെ ക്ലോസിങ് 16,366.65 ആയിരുന്നു. എന്നാൽ 18-ൻ്റെ ക്ലോസിംഗ് പ്രൈസ് 16,410.70 ആണ്. ഏകദേശം 650 പോയിൻറ്റിൻ്റെ പ്രോഫിറ്റാണ് 18-ന് ഉണ്ടായത്. പക്ഷേ ക്യാൻഡിൽ റെഡായതിൻ്റെ കാരണം 18-ാം തീയതിയിലെ ഓപ്പണിംഗ് പ്രൈസായ 16,426-നേക്കാൾ കുറവായിരുന്നു ക്ലോസിംഗ് പ്രൈസ്. അതുകൊണ്ടാണ് റെഡ് ക്യാൻഡിൽ ആയത്. അതുപോലെ തന്നെ 18-ൻ്റെ ക്ലോസിംഗ് പ്രൈസ് 16,410.70 ആയിരുന്നു. 19-ൻ്റെ ക്ലോസിംഗ് പ്രൈസ് 16,399.0 ആയിരുന്നു. അതായത് ഏകദേശം 11 പോയിൻ്റ് ലോസാണ് അന്നുണ്ടായത്. അതിനുശേഷം 29 മുതൽ പ്രോഫിറ്റിലാണ് ഈ ഇൻഡെക്സ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ 29-ന് നമുക്ക് റെഡ് ക്യാൻഡിലാണ്. ഇനി നമുക്ക് നിഫ്റ്റി 50 ഇൻഡെക്സ് നോക്കാം. നമ്മുടെ ഇൻഡെക്സ് പോലെ തന്നെ 19 മുതൽ ലോസിലാണ്. അതിനുശേഷം ഒക്ടോബർ 1-ന് മാത്രമാണ് നിഫ്റ്റി 50 പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്തത്. നമുക്കിനി BSE 500 ഇൻഡെക്സിൽ നോക്കാം. അവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. 20-ന് ഗ്രീൻ ക്യാൻഡിലാണെങ്കിലും ലോസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ 29-ന് റെഡ് ക്യാൻഡിലാണെങ്കിലും പ്രോഫിറ്റിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും, ഇതെന്തിനാണ് നമ്മൾ നോക്കുന്നതെന്ന്. നമുക്ക് ചാർട്ട് റീഡിംഗ് പഠിക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് സ്റ്റോക്സ് ഡിവിഡൻഡ് ഇൻവെസ്റ്റിങ്ങിനായി വാങ്ങേണ്ടതുണ്ട്. അതിനായി ആദ്യം മുതലേ ചെറിയ രീതിയിൽ നമുക്ക് ചാർട്ട് ട്രേഡിംഗ് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ പഠനം ക്യാൻഡിലിൻ്റെ കളർ നോക്കി പ്രോഫിറ്റിലാണോ ലോസിലാണോ ക്ലോസ് ചെയ്തിരിക്കുന്നതെന്ന് വ്യക്തമായി പറയാൻ കഴിയില്ല. ക്ലോസിംഗ് പ്രൈസ് നോക്കിയാൽ മാത്രമേ നമുക്കത് കൃത്യമായി പറയുവാൻ കഴിയൂ. എന്നാൽ നമുക്ക് നമ്മുടെ 11-ാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം. ഇന്നലെ വരെ നമ്മൾ 10 ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 2,500 രൂപ. അതിൽ 8 ദിവസം ഇൻവെസ്റ്റ് ചെയ്ത തുകയ്ക്കുള്ള മൾട്ടി ക്യാപ് ഫണ്ട് യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട്. 250 × 8 2,000 രൂപ. 2 ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെബ്റ്റ് ഫണ്ടിലായിരുന്നു. അതിൻ്റെ യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട്. 250 × 2 500 രൂപ. നമുക്ക് ഇന്ന് ഇൻ പ്രോഗ്രസ്സിൽ ഒന്നും തന്നെ ഇല്ല. ആകെ 2,500 രൂപ നിക്ഷേപിച്ചതിൽ 2,500 രൂപയും ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു. നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം. ഇന്ന് മാർക്കറ്റ് ഹോളിഡേ ആണ്. ആയതിനാൽ ഡെബ്റ്റ് ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായി നമുക്ക് ആദ്യം നിപ്പോൺ ഓവർനൈറ്റ് ഡെബ്റ്റ് ഫണ്ടിലേക്ക് പോകാം. ദിവസവും നമ്മൾ നിലവിൽ 250 രൂപയാണല്ലോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിനാൽ 250 എന്ന് എൻ്റർ ചെയ്യുന്നു. ഇൻവെസ്റ്റ് നൗ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. QR കോഡ് സ്കാൻ ചെയ്യുന്നു. ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഡാഷ്ബോർഡിൽ നോക്കുന്നു. ഇൻ പ്രോഗ്രസ്. അങ്ങനെ 11-ാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്തു. 12-ാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റായി നാളെ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ കമൻറ്റ്സ്, വാല്യുബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക. താങ്ക് യു.